ഈ യുദ്ധം ഇങ്ങനെ കണ്ട് രോമാഞ്ചം കൊണ്ട് കൈയടിച്ചുകൊണ്ടിരുന്ന ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രം തകരുന്നു, എണ്ണപ്പാടം തകരുന്നു, നഗരങ്ങൾ കത്തിയമരുന്നു, ടെഹ്റാനിൽ മുക്കാൽ പങ്കും കത്തിയെരിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൈയടിച്ചുകൊണ്ടിരുന്ന ട്രംപ് ഭക്തന്മാർക്ക് ഇപ്പോൾ ആ യുദ്ധത്തിൻ്റെ ചൂട് അവരുടെ അടുക്കളയിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാചകവാതക സിലിണ്ടറിൻ്റെ വില ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂട്ടിയിട്ടില്ലെങ്കിലും താമസിയാതെ അതും കൂട്ടേണ്ടി വരും. കാരണം ആ പാചകവാതകം നമ്മളിലേക്ക് എത്തേണ്ട വഴിയായ ഹോർമൂസ് കടലിടുക്ക് ആകെ കുടുക്കിലാക്കിയിരിക്കുകയാണ് അമേരിക്കയും ഇറാനും കൂടിച്ചേർന്നു. ട്രംപ് ഭക്തന്മാർ കൈയടിക്കുമ്പോൾ അവരറിഞ്ഞില്ല, യാതൊരു ഗ്രഹപാഠവും ചെയ്യാതെ അമേരിക്ക ഏർപ്പെട്ട യുദ്ധം തങ്ങൾക്ക് തന്നെ വിനയായിത്തീരുന്നു. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. യാതൊരു ഫലവും ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, നമുക്കത് നാശവും വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുംബൈയിൽ തന്നെ ഏതാണ്ട് പകുതിയോളം ഹോട്ടലുകൾ, മൊത്തം ഹോട്ടലുകളുടെ 50% അടച്ചുപൂട്ടിയിട്ടിരിക്കുക. കാര്യം എന്താ? ഗ്യാസ് കിട്ടാനില്ല. നമുക്കും ഉണ്ട് ആ പ്രതിസന്ധി. ഇപ്പോൾ ഗ്യാസുണ്ട്, അത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, തീരുന്നവരെ കത്തു. അത് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ വരുത്താൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കപ്പലിൽ ഇങ്ങ് എത്തുമ്പോഴത്തേക്ക് കുറച്ച് സമയമെടുക്കും. വിമാനത്തിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. സാധനം ഹൈലി എക്സ്പ്ലോസീവ് ആണെന്ന് മാത്രമല്ല, വിമാനത്തിൽ അതിനും മാത്രം ഇടമൊന്നുമില്ല. അപ്പോൾ അതിന് സമയമെടുക്കും. അതിൻ്റേതായിട്ടുള്ള ചർച്ചകളുടെ ഘട്ടത്തിലേ ആയിട്ടുള്ളൂ. അതിന് നടപ്പാക്കണമെങ്കിൽ there is many a slip between the cup and the lip എന്ന് പറയുന്ന പോലെ നടപ്പാക്കി കിട്ടുമ്പോഴത്തേക്ക് ഒരു സമയം പിടിക്കും. ചിലപ്പോൾ കാലതാമസം വരും. യുദ്ധം എങ്ങനെ, ഏത് ഗതിക്ക്, ഏത് വഴിക്ക് ആണ് പോകുന്നതെന്നൊരു പിടുത്തമില്ല. ഈ പിടുത്തം നമുക്കെന്ന് മാത്രമല്ല, ഇറാനുമില്ല, ഇസ്രായേലിനുമില്ല. കേവലം 2 ദിവസം കൊണ്ട് ഇപ്പോൾ ഇറാനെ തീർത്ത് തരാം, ടെഹ്റാൻ തകർത്ത് തരാം. അയത്തുള്ള ഖമേനിയെ കൊല്ലുന്നതോടുകൂടി അവിടെ വലിയ വിസ്ഫോടനങ്ങളുണ്ടാവും. ഈ സ്ഫോടനങ്ങൾക്ക് പുറമെ വിപ്ലവങ്ങളുണ്ടാവും. ജനങ്ങൾ അധികാരം പിടിക്കും, നേപ്പാളിലെ പോലെ എന്നൊക്കെയാണ് വിചാരിച്ചത്. അധികാരം നേപ്പാളിൽ ജനങ്ങൾ പിടിച്ചു. അവിടെ തന്നെ ഒരു റാപ്പ് ഡാൻസറാണ് അധികാരം പിടിച്ചിരിക്കുന്നത്. ബലേൻ ഷാ എന്ന് പറയുന്ന ആൾ അധികാരത്തിൽ വരികയും ചെയ്തു. നമ്മുടെ വേടൻ അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. ഒരു പക്ഷേ ഇങ്ങനെ നമ്മൾ അദ്ദേഹത്തെ ഉയർത്തി കൊണ്ടുവന്നു. ആസ്ഥാന ഗായകനായിരുന്നല്ലോ. ഉയർത്തി കൊണ്ടുവരുന്നെങ്കിൽ അദ്ദേഹത്തിനും ഒരു പക്ഷേ കേരള മുഖ്യമന്ത്രിയെങ്കിലും ആകായിരുന്നു. അതിനു മുമ്പേ അദ്ദേഹം സ്വയം നശിപ്പിച്ചു കളഞ്ഞു. അതെന്തായാലും പോട്ടെ, റാപ്പ് ഡാൻസർമാരുടെ കാലമാണിതെന്ന് പറഞ്ഞു. അവരായാലും കുഴപ്പമില്ല. അമേരിക്കയിലെ പോലൊരു അഹങ്കാരി, ഒരു പൊട്ടനെ, ഒരു വട്ടനെ എടുത്ത് അധികാരത്തിലേറ്റുന്ന ജനാധിപത്യ രാജ്യങ്ങളിലും കുഴപ്പമുണ്ട്. ഇറാനെ പോലെ മതനേതാവിനെ സർവ്വ തീരുമാനങ്ങളും എടുക്കാനായിട്ട് വിധി കൽപ്പിക്കുന്ന ഒരു ജനതയെപ്പോലെ തന്നെ കുഴപ്പം ഇതുപോലൊരു വട്ടനെ പിടിച്ച് അധികാരത്തിലേറ്റിയ അമേരിക്കയിലെ ജനാധിപത്യത്തിനുണ്ട് കുഴപ്പം. ഇംബസൈൽസ് ആൻഡ് മെഗലോമാനിയാക്സ് ആർ കമ്മിങ് ഇൻ ടു പവർ ത്രൂ ഡെമോക്രസി. ഹിറ്റ്ലറും അങ്ങനെയാണ്, ജനാധിപത്യത്തിൽ കൂടാണ് അധികാരത്തിലേക്ക് വന്നത്. ലോകം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ ആ മനുഷ്യൻ? അതുപോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 2ാം ഹിറ്റ്ലറാണ്. 2ാം അഡോൾഫ് ഹിറ്റ്ലർ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ്. സംശയമൊന്നുമില്ല. എന്താണ് യുദ്ധത്തിനൊരു ലക്ഷ്യം വേണ്ടേ? ഹിറ്റ്ലറുടെ യുദ്ധത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആര്യവംശ മേധാവിത്വമായിരുന്നു. അതാണല്ലോ ജെസ്സി ഓവൻസ് എന്ന് പറയുന്ന നീഗ്രോയ്ക്ക് അദ്ദേഹം കൈ പോലും കൊടുക്കാഞ്ഞത്. അതുകൊണ്ടാണല്ലോ ജൂതന്മാരെ ഓഷ്വിറ്റ്സിലും മറ്റുമിട്ട് കൂട്ടക്കൊല ചെയ്തത്. ആൻ ഫ്രാങ്കിൻ്റെ ആത്മകഥ, അവൾ അനുഭവിച്ച പീഡനങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവും. അതുപോലെ ലോകത്തിലുള്ള മലയാളികളും ഇപ്പോൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, തീ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അതാണ് സ്ഥിതി. തലയ്ക്കുമീതെ ഡെമോക്ലസിൻ്റെ വാള് പോലെ പേട്രിയോട്ടിക് മിസൈലിൻ്റെ കഷണങ്ങൾ പതിക്കുമെന്ന ഭീതിയിൽ വീടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുകയാണ് കുഞ്ഞു കുട്ടികളെയും കൊണ്ട്, ചെറിയ ചെറിയ വീടുകളിൽ. ആ മരുഭൂമിയിലെ അത്യുഷ്ണകാലത്ത്, മണലാരങ്ങളിലെ അത്യുഷ്ണകാലത്ത് ലേബർമാർ പുറത്തുപോയി പണി ചെയ്യുക. ഏത് നിമിഷവും തങ്ങളുടെ തലയ്ക്ക് മുകളിൽ വീഴാവുന്ന ഈ മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ഭയന്നുകൊണ്ട്. നമ്മൾ എന്ത് പിഴച്ചു, എന്ത് തെറ്റ് നമ്മൾ ചെയ്തു? നമ്മുടെ ജീവിക്കാനുള്ള അവകാശം തടയുന്നത് ആരാണ്? നമ്മുടെ അടുക്കളയിൽ, അന്യൻ്റെ അടുക്കളയിലേക്ക് നോക്കരുത്, അന്യം കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് നോക്കരുതെന്നൊക്കെയല്ലേ പറയാം. നമ്മുടെ അടുക്കളയിൽ ഈ അനിശ്ചിതത്വം ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദി ആരാണ്? ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അഹങ്കാരി. നമ്മളെ ജപ്തി കൊണ്ടും മറ്റു മാർഗങ്ങൾ കൊണ്ടും കുൽസിത മാർഗങ്ങൾ കൊണ്ടും ശ്വാസം മുട്ടിച്ച അതേ ട്രംപ് തന്നെ അദ്ദേഹത്തിൻ്റെ നയവൈകൃതങ്ങൾ കാരണം നമ്മളെ ഇപ്പോൾ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്നാൽ ഈ ട്രംപിനെയും അമേരിക്കൻ പടയാളികളെയും എല്ലാം പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിപ്പോൾ ഹോർമൂസ് കടലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക അവകാശപ്പെടുന്നുണ്ട് ഇറാൻ്റെ 12 കപ്പലുകൾ, പടക്കപ്പലുകൾ നമ്മൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇറാന് 12 പടക്കപ്പലുകളുണ്ട്. ശ്രീലങ്ക തീരത്ത് കൂടിപ്പോയ കപ്പൽ തീർത്തപ്പഴ നമ്മൾ വിചാരിച്ച അവസാനത്തെ കപ്പലാണ്. പിന്നെ അറിയുന്ന കൊച്ചിയിലൊരു കപ്പൽ ഉണ്ടെന്ന്, കൊച്ചി നേവൽ ബേസിൽ നങ്കൂരം ഇട്ടിട്ടുണ്ട്. അത് ഇന്ത്യ സംരക്ഷണം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അവരുടെ SOS വിളിയെ തുടർന്ന്, ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്നുള്ള വിളിയെ തുടർന്ന്. കാരണം ഇന്ത്യ സമുദ്രം മുഴുവൻ പങ്കിലമാക്കിയിരിക്കുകയാണ് അമേരിക്ക അവരുടെ ആണവ അന്തർവാഹിനികൾ കൊണ്ട് ശത്രുരാജ്യങ്ങളുടെ കപ്പലുകളെ മുക്കിക്കൊല്ലുവാൻ വേണ്ടി. നിഷ്ഠുരമായിട്ടുള്ള യാതൊരു യുദ്ധ നിയമങ്ങളും പാലിക്കാത്ത യുദ്ധം നടത്തുകയാണ് അമേരിക്ക. എന്നിട്ടും തോൽപ്പിക്കാൻ പറ്റുന്നില്ല ഇറാനെ. 12 ദിവസമായി പിടിച്ചു നിൽക്കുന്നു. കേവലം 152 മിനിറ്റുകൾ കൊണ്ടാണ് വെനിസ്വേലയെ പിടിച്ചടക്കി അവർ വെനിസ്വേലിയൻ പ്രസിഡന്റ് മഡൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കട്ടിലോടുകൂടി കെട്ടിയെടുത്തുകൊണ്ട് അമേരിക്കയിലേക്ക് പോയത്. ഇവിടെ ഇപ്പോഴെന്താ, നമ്മൾ കേവലം 21 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ്റെ വീര്യം കെടുത്തിക്കളഞ്ഞു. ഇപ്പോൾ അത് നേരെ നിൽക്കാൻ നട്ടല്ലില്ലാതെ കുനിഞ്ഞു നിൽക്കുകയാണ്. ആർക്കും പദസേവ ചെയ്യാൻ. ഇറാന് വേണ്ടെങ്കിൽ ഇറാന് പദസേവ ചെയ്യാൻ. ഇറാൻ്റെ കരസേനയ്ക്ക്, ഇറാൻ്റെ അല്ല ഇസ്രായേലിൻ്റെ കരസേനയ്ക്ക് ഇറാനിലേക്ക് കടന്നു കയറാൻ വേണ്ടി തങ്ങളുടെ വഴികളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ് ആ രാജ്യം. അത്ര ഗതികേടിലാണ് ആ രാജ്യം. കാരണം വേറെ രക്ഷയില്ല. ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ നടത്തുന്ന യുദ്ധം, മറുഭാഗത്ത് ബലൂചിസ്ഥാൻ നടത്തുന്ന യുദ്ധം, ഇനിയിപ്പോൾ ഇറാൻ നടത്തുന്ന യുദ്ധം കൂടി അനുഭവിക്കാൻ പോകും. അതാണ് സ്ഥിതിഗതികൾ. ആ സ്ഥിതിയിലേക്കാണ് ആ രാജ്യം പോകുന്നത്. അപ്പോൾ ഇത് എന്നവസാനിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത, പ്രധാനപ്പെട്ട ആൾക്കാർക്ക് പോലും പറയാൻ കഴിയാത്ത ഒരു യുദ്ധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ എന്താണ്? ലോകം മുഴുവൻ അറിയപ്പെടുന്ന യുദ്ധ നിരീക്ഷകരുണ്ടല്ലോ, അവരുടെ അഭിപ്രായങ്ങൾ ഞാനും നോക്കി. ഇതിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്ന ഏറ്റവും വലിയ യുദ്ധ നിരീക്ഷകയാണ് സ്റ്റെഫാനി വില്യംസ് എന്ന് പറയുന്ന അമേരിക്കക്കാരി. അവർ പറയുന്നത് വി ആർ ഫ്ലൈയിങ് ബൈ ബ്ലൈൻഡ് എന്നാണ്. കണ്ണ് കെട്ടി പറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ദിശാബോധം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അമേരിക്കക്കാരിയാണ്, അമേരിക്കൻ ദേശസ്നേഹമുള്ളവരാണ്. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ കടന്നൽ കൂട്ടിൽ കൈയിട്ടിരിക്കുക. ഇനി സംഭവിക്കുന്നത് എന്താ, അത് നമ്മൾ ലോകം മുഴുവനാണ് അനുഭവിക്കുന്നത്, അമേരിക്ക മാത്രമല്ല. അതും കൂടി പറയുന്നുണ്ട്. അവർ വേറൊരു കാര്യം കൂടി പറയുന്ന, യുദ്ധത്തിന് അമേരിക്കയ്ക്കോ ട്രംപിനോ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമില്ല. ആദ്യം പറഞ്ഞത് ആണവ ബോംബ് ആയിരുന്നു. അങ്ങനൊരു ബോംബ് അവർക്കില്ല എന്ന് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി തന്നെ പറഞ്ഞിരിക്കുക. IAEA എന്നായി അപ്പോൾ ട്രംപ്. അപ്പോൾ അടുത്ത റിഷീം ചേഞ്ച് ഉണ്ടായല്ലോ. അയത്തുള്ള ഖമനേയി പോയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ അധികാരത്തിലിരിക്കുക. ഒരു പോറൽ പോലും ഏൽക്കാതെ അണ്ടർഗ്രൗണ്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ റിഷീം ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവരുദ്ദേശിച്ചത് അയത്തുള്ള ഖമനയെ വധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ യുവാക്കളെല്ലാം കൂടി പ്രക്ഷോഭം നടത്തിക്കൊണ്ട് അവിടെ വലിയൊരു അധികാരമാറ്റം നേപ്പാളിലെ പോലെ ഒക്കെ സംഭവിക്കുന്നു. പക്ഷേ അതല്ല സംഭവിച്ചത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി, ദേശീയത ഉണർന്നു, അവരുടെ വംശീയത ഉണർന്നു. അവരിപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് അമേരിക്കയ്ക്കെതിരെ, മരിക്കാൻ തയ്യാറായിട്ട്. അതുകൊണ്ടാണ് യുദ്ധം അവസാനിക്കാത്തത്. ഇതൊക്കെ മുന്നേ കൂട്ടി കാണണ്ടായിരുന്നു. മൂന്നാമത്തത് ഇപ്പോൾ ഓയിലിൻ്റെ ലഭ്യത, അതിനുവേണ്ടിയാണെന്ന് പോകും. പക്ഷേ ഓയിലിൻ്റെ ടാങ്കുകളും അതുപോലെ തന്നെ ഓയിൽ കിട്ടുന്ന എണ്ണപ്പാടങ്ങളും എല്ലാം പാടെ നശിപ്പിച്ച് പിന്നെ എവിടെ നിന്ന് എണ്ണ കിട്ടാനാണ് ഈ പറയുന്നത്? ഹോർമൂസ് കടലിടുക്കിന്നു. ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ദൃശ്യം കണ്ട് ഞെട്ടിപ്പകച്ചു നിൽക്കുകയാണ് അമേരിക്കൻ പട്ടാളക്കാർ. മറ്റൊന്നുമല്ല, ഏതെങ്കിലും രാജ്യത്തിൻ്റെ പതാകയോ രജിസ്ട്രേഷൻ നമ്പരോ ഒന്നുമില്ലാത്ത കപ്പലുകൾ ഇറാൻ തീരത്തുകൂടി എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കടൽപ്പാതയിൽ കൂടിയല്ല, ഇറാൻ തീരത്തുകൂടി വരുന്നു പോകുന്നു. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ആയുധങ്ങൾ ചെല്ലാത്ത ഇടങ്ങളിൽ കൂടി കപ്പൽ വരുന്നു പോകുന്നു. ഇതെന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. അവർ ശ്രീലങ്ക തീരത്ത് മുക്കിയ കപ്പലിൻ്റെ പ്രേതമാണോ, അല്ലെങ്കിൽ പണ്ട് ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. അവിടെ പണ്ട് വളരെയധികം കപ്പലുകൾ മുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നിഗൂഢത ഇന്നും ചുരുളഴിഞ്ഞിട്ടില്ല. ആ കപ്പലുകളുടെ പ്രേതങ്ങളാണോ ഒന്നും അറിയില്ല. കപ്പലുകൾ ഇങ്ങനെ വരുന്നു പോകുന്നു. അമേരിക്ക നിസ്സഹായരായി നോക്കി നിൽക്കുക. കാരണം അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയും കപ്പലുകൾ, അവരുടെ ഇത്രയും USS
USS എബ്രഹാം ലിങ്കൺ, USS ആർ ജെറാർഡ് ഫോർഡ് തുടങ്ങിയ എണ്ണം പറഞ്ഞ കപ്പലുകൾ കിടക്കുന്ന ആ തുറമുഖത്തിനടുത്തുകൂടി അല്ലെങ്കിൽ ആ ഹോർമൂസ് കടലിടക്കിൽ കൂടി വേറെ കപ്പലുകൾ വരിക. എന്താ ഇത്? ഷാജഹാന്റെ സിംഹാസനത്തിൽ പുഴുവരിക്കുന്നു എന്നിങ്ങനെ. അവരുടെ ആയുധങ്ങളൊന്നും അങ്ങോട്ട് ചെല്ലുന്നില്ലെന്നേ. അവർ നിസ്സഹായരായിട്ട് അവിടെ നോക്കി നിൽക്കുക. അങ്ങനെ സംഭവങ്ങൾ നടക്കുന്നു. ഇത് ഞാൻ ഊഹിക്കുന്നത് മിക്കവാറും ചൈനയുടെ കപ്പലുകൾ വന്നിട്ട് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അവരിങ്ങോട്ട് വരുമ്പോൾ ഇറാന് വേണ്ട ആയുധങ്ങളും കൊടുക്കുകയാണ്. ചൈന എന്ന് പറയുന്നത് ഇസ്രായേലിനേക്കാൾ മികച്ച ടെക്നോളജിയുള്ള രാജ്യമാണ്. അമേരിക്കയുടെ കണ്ണുവെട്ടിക്കാൻ, പടക്കപ്പലുകളുടെ കണ്ണുവെട്ടിക്കാൻ, അവിടുത്തെ സായുധ ഭടന്മാരുടെ കണ്ണുവെട്ടിക്കാൻ കഴിവുള്ള ടെക്നോളജി വികസിപ്പിച്ച് അവർ കൊണ്ടുപോവുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നിശ്ചേഷ്ടരായി നിസ്സഹായരായി നോക്കി നിൽക്കുക മാത്രമാണ് അമേരിക്കൻ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഇറാൻ്റെ കപ്പലുകൾ അവിടെ മുഴുവൻ കുഴിബോംബുകൾ വിതച്ചിട്ടുമുണ്ട്. ആ കടൽ അരക്ഷിതമാക്കി. പിന്നെ എങ്ങനെയാണ് ലോകത്തിൽ എണ്ണയുടെ വിതരണം നടക്കുക? ആ എണ്ണയുടെ ചെയിൻ എന്ന് പറയുന്നത് അത് തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന വല്ലാത്തൊരു വ്യവസ്ഥിതിയിലാണ് ഇന്ന് ലോകം നിലകൊള്ളുന്നത്. ഇതിനെല്ലാം കാരണമാണ് ട്രംപ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിളി കേട്ടിട്ട് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട ട്രംപിൻ്റെ രാജ്യതന്ത്രജ്ഞത ഇല്ലായ്മയാണ്, ദീർഘദൃഷ്ടി ഇല്ലായ്മയാണ് നമ്മളെയും ഗൾഫിലെ നമ്മളുടെ ബന്ധുക്കളെയും ഈ നരകക്കുഴിയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്, അന്ധതാ മിശ്രത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവരതിന് ഉത്തരം പറയണം. അമേരിക്കൻ ഭരണകൂടം. നമ്മളുടെ പലരും ഈ ട്രംപ് ഭക്തന്മാരായിട്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ഭക്തി എന്ന് പറയുന്ന ട്രംപിനോടോ നെതന്യാഹുവിനോടോ അല്ലെങ്കിൽ ഖമേനിമാരോടോ അല്ല, മറിച്ച് ആ ജനതയോടാണ്. ശരിയാണ്, അമേരിക്കൻ ജനതയോട് നമുക്ക് ബാധ്യതയുണ്ട്. അതാ ഇപ്പോൾ അവിടെ റിലയൻസിൻ്റെ ഒരു റിഫൈനറി അവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ടെക്സസിൽ. അമേരിക്കൻ ജനതയോട് നമുക്ക് ബഹുമാനമുണ്ട്. ഇസ്രായേലിലെ ജനതയോട് നമുക്ക് സോളിഡാരിറ്റി ഉണ്ട്. ഇറാനിലെ ജനങ്ങളോടും നമുക്ക് ഐക്യദാർഢ്യമുണ്ട്. അവിടുത്തെ ഭരണാധികാരികളോടല്ല. അങ്ങനെ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഖമേനി എന്നും പറഞ്ഞ് ചീത്ത വിളിക്കുന്നു, ട്രംപ് എന്നും പറഞ്ഞ് തൊഴുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ജനത, ജനാധിപത്യം വേറെ, പ്രസിഡന്റുമാർ വേറെ. ആ ഒരു ബോധ്യം നമുക്കും ഉണ്ടാവണം. ആരുടെ അമിതഭക്തിയോ കപടഭക്തിയോ ഒന്നുമില്ലാതെ പോകണം. ആ ഒരു നയം തന്നെയാണ് നരേന്ദ്രമോദി. ഞാൻ ഇന്ന് ഈ പറയുന്ന ദിവസം കേരളത്തിൻ്റെ മണ്ണിലെത്തുന്ന നരേന്ദ്രമോദിയുടെ കൈവശമുള്ളത് ഈ യുദ്ധം പരിഹരിക്കാനുള്ള പരിഹാരം ഇന്ന് ലോകത്തിലുള്ള ഒരേ ഒരു നേതാവായിട്ടുള്ള നരേന്ദ്രമോദി. ആ ഒരു പ്രതീക്ഷ മാത്രമാണ്, ആ ഒരു കെടാവിളക്ക് മാത്രമാണ് നമുക്ക് മുന്നിൽ ദൈവസ്തംഭമായിട്ട് ഈ യുദ്ധത്തിൻ്റെ ഈ ഇരുളിൽ നിലകൊള്ളുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.